എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷിനോട് ആകാശ് പറയണ, എടാ നീ ഫോൺ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടാ. അല്ല നിന്റെ ഭാര്യ എന്ത് ചെയ്യടാന്ന് ചോദിക്കുക. മഹേഷ് ഒന്നും മിണ്ടിയില്ല. ഓ അവളങ്ങോട്ട് വന്നിട്ടില്ലോ അല്ലേ. എടാ അവളെ ഞാൻ കണ്ടായിരുന്നു. അവള് നട റോഡിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അവളിപ്പോ ഇവിടെ ഉണ്ടാ. ഈ ആകാശ് എൻ്റെ വീട്ടിലുണ്ട്. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയാം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ഒന്നുകൂടെ ദേഷ്യം ഇരട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നാണമുണ്ടോടാ നീ, വെച്ചിട്ട് പോടാ, സ്വന്തം ഭാര്യയെ പോലും നോക്കാൻ കഴിയാത്തവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിച്ചിട്ട് ആകാശം അങ്ങോട്ട് കോള് വെക്കുവാണ്. ഈ സമയം മഹേഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് ആകാശ് രജനയോട് പറഞ്ഞു, രജന അവനിട്ടുള്ളൊരു ഡോസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അല്ല എന്തിനാ ഇവിടെ ഇഷിതയുണ്ടെന്നൊക്കെ കള്ളത്തരം പറയാൻ പോയത്? എന്താ കുഴപ്പം? അവന്റെ ചങ്കിച്ചേരം പെടയട്ടെ, നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുക. അവന് ടെൻഷൻ ആവണം ഇഷിത ഇവിടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ അവൻ ഇപ്പൊ തന്നെ റിലേ പോയ അവസ്ഥയിലാണ് നിൽക്കുന്നേ. അവൻ സ്വന്തം ഒന്ന് കരുതി അവന്റെ മകൻ തന്നെ അവനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ഓരോ ദിവസം. ഇതിൽ ഒരടി അവന് കിട്ടാനില്ല. ഒരു കാര്യം ചെയ്യ, ഇനി നീ അവരെയും കൂടെ വിളിക്കാൻ പറയണം. ആരെ? ആ സ്വപ്നവല്ലിനെ. അവർക്കിട്ട് നീ ഒരു കൊട്ടു കൊടുക്കാൻ പറയണം. അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടാനല്ലേന്ന് ചോദിക്കും. ശരിയാ, ഞാൻ വിളിക്കാന്നൊക്കെ രചന പറയണം. പിന്നീട് ആകാശ് ഡയൽ ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയം രചന വിളിച്ച് സ്വപ്നവല്ലിയെ. രചനയ്ക്ക് ഒരു ഇതൊന്നും തോന്നിയില്ല, കാരണം ഒരു കുറ്റബോധം തോന്നിയില്ല സ്വപ്നവല്ലിയെ വിളിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ സ്വപ്നവല്ലി കോൾ എടുത്തിട്ട് ഹലോ പറഞ്ഞിട്ട് ആരാന്ന് ചോദിക്കുകയാണ്. എന്നെ മനസ്സിലായില്ലേ, ഞാൻ നിങ്ങളുടെ ആദ്യ മരുമോളായിരുന്നു രചന എന്ന് പറയോ. നീയോ? നീ എന്തിനാ വിളിച്ചേന്ന് ചോദിക്കും. അയ്യോ വിളിക്കാതിരിക്കാൻ പറ്റുമോ? എന്തേ നിങ്ങളുടെ മരുമോള്? എന്നെ ആദ്യം അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നേ? ഇതിനേക്കാളും നല്ലൊരു പെൺകുട്ടീനെ കിട്ടുമെന്നൊക്കെ. അപ്പൊ വന്നല്ലോ, കിട്ടിയില്ല, നല്ല കുലീനയാള ഒരു മരുമോളെ. എന്നിട്ട് എന്തിയാ തള്ളേ അവരെന്ന് ചോദിക്കുകയാണ്. തള്ളേന്നൊക്കെ വിളിച്ചാണ് പറയണേ. ആ സമയം സ്വപ്നവല്ലിക്കാണെങ്കിലും എന്തോ മറുപടി പറയണം നടത്തില്ല. അവൾ അവിടെ ഇല്ലല്ലേ, അവള് പോയല്ലേന്ന് ചോദിക്കും. നിങ്ങളുടെ മകന്റെ കഴിവുകേട് കൊണ്ട് അവള് പോയത്. ആദ്യം ഞാൻ പോന്നു, ഇപ്പൊ അവളും പോയി. എല്ലാരും പോവും. നിങ്ങളുടെ മകന്റെ അടുത്ത് ആരും പിടിച്ചു നിൽക്കില്ല. പോരാത്തതിന് നിങ്ങളുടെയൊക്കെ സ്വഭാവം കൂടെ നിങ്ങൾ കുറെ എന്നെ കോഷിച്ചിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി, നിനക്ക് എന്താടി ഇത് പറയാനായിട്ട് അവകാശമുള്ളേ? നീ ഇവിടുന്ന് ഇട്ടെറിഞ്ഞിട്ട് പോയതല്ലേ? നീ എൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് എന്ന് കയറിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ മോന്റെ കഷ്ടകാലം എന്ന് പറയാം. പിന്നെ കഷ്ടകാലം പോലും നിങ്ങളുടെ മകന് പെണ്ണുങ്ങളെ നോക്കാൻ അറിയത്തില്ലെങ്കിൽ അതും പിന്നെ മറ്റുള്ളവരുടെ തല കെട്ടിവെച്ചിട്ട് കാര്യമില്ല. ആ കുറ്റമൊക്കെ വലിയ നിങ്ങൾ നല്ലവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇഷിത പോലും എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അപ്പം നിങ്ങളുടെ കഴിപ്പോണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. സ്വപ്നവലിക്ക് മറുപടി ഇല്ലായിരുന്നു അതിന്. അതെ, അവസാനം കറങ്ങി തിരിഞ്ഞ് എല്ലാവരും എൻ്റെ കാലിക്കീഴിൽ തന്നെ വരും. ആ ദിവസത്തിനകത്ത് ഞാൻ കാത്തിരിക്കുക തള്ളയെന്നൊക്കെ പറയണം. സ്വപ്നവലിക്ക് സങ്കടം വന്നു. തള്ളയെന്ന് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് അവളും കൂടെ കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു മഹേഷ്. മഹേഷിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇഷിതയെ ഇതിലായിട്ടും കാണുന്നില്ല, എവിടെ എന്താണെന്നും അറിയത്തുമില്ല. പിന്നീട് ചിപ്പിമോള് വിഷമിച്ച് മുറിയിലിരിക്കുന്ന സമയത്ത് സ്വപ്നവലി മുറിയിലേക്ക് ചെല്ലുവാണ്. ചിപ്പിമോൾക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ടാ ചെല്ലുന്നത്. ഒരു ചിപ്പിമോളോട് പറഞ്ഞു, വാ മോളെ അച്ഛമ്മ വാരിത്തരാന്ന് പറയാ. വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറയും. എന്താ മോളെ? എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അമ്മ വന്ന് വാരിത്തന്നാമെന്ന് പറയും. അമ്മ ഇപ്പം വന്നിട്ടില്ലല്ലോ, അമ്മയ്ക്ക് എന്തോ ഒരു തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ, അതാന്ന് പറയും. അതൊന്നും അല്ല, എനിക്കറിയാം. എൻ്റെ അമ്മേനെ ഡാഡി ചീത്ത പറഞ്ഞു. പോരാത്തേന് ആ ചേട്ടനോട് മാപ്പ് അറിയിച്ചു. അല്ല അച്ഛമ്മേ, ആരാ ചേട്ടൻ ചോദിക്കാം. അത് പിന്നെ മോളുടെ ചേട്ടനാന്ന് പറയാം. വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനെ വേണ്ട, എനിക്കിഷ്ടമില്ല ആ ചേട്ടനെന്ന് പറയണം. ചിപ്പിമോൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എൻ്റെ അമ്മേനെ കൊണ്ട് മാപ്പ് അറിയിച്ച ചേട്ടനാ, അതുകൊണ്ട് ദുഷ്ടനാ, എനിക്കിഷ്ടമില്ല എന്നൊക്കെ ചിപ്പിമോള് പറയാം. മോളെ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. മോളെ ആഹാരം കഴിക്കാൻ പറയാം. എനിക്ക് വേണ്ട, എൻ്റെ അമ്മ വന്ന് വാരിത്തരണമെന്ന് പറയും. ഇത് കേട്ടതും സ്വപ്നയിലേക്ക് ദേഷ്യം വന്നു. ഓരോ ദുശീലങ്ങളൊക്കെ കൊച്ചിനെ പഠിപ്പിച്ചു വെച്ചിരിക്കും അവള് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ചിപ്പിമോള് ചോദിച്ചു, എന്താ അച്ഛമ്മ പറഞ്ഞേ? എൻ്റെ അമ്മേനെ കുറ്റം പറഞ്ഞാണെന്ന് ചോദിക്കും. ഇല്ല, എൻ്റെ അമ്മേനെ കുറ്റം പറയണ്ട, എൻ്റെ അമ്മ പാവാന്ന് പറയാ. എൻ്റെ അമ്മേനെ കൊണ്ട് മാപ്പ് അറിയിച്ചോണ്ടാ അമ്മ പോയത്, അല്ലാതെ അമ്മ ഹോസ്പിറ്റലിലേക്കൊന്നും പോയതില്ല, എനിക്കറിയാന്ന് പറയാം. മോളിത് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാന്ന് ചോദിക്കേ. ഉറങ്ങില്ല എങ്ങനെ ശരിയാന്നേ? നാളെ സ്കൂളിൽ പോകണ്ടേന്ന് ചോദിക്കും. വേണ്ട, ഞാൻ ഉറങ്ങുന്നുമില്ല, ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയും. ആഹാ അങ്ങനെയാണോ? അന്നെങ്കിൽ ഇന്ന് ഇഷ്ടം വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നീ ബാഡ് ഗേളാന്നുള്ള കാര്യം. ചിപ്പിമോള്, അത് ഞാൻ ബാഡ് ഗേൾ അല്ലല്ലോ. ബാഡ് ഗേളാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഫുഡ് കഴിച്ചില്ല, പറഞ്ഞൊന്നും അനുസരിച്ചില്ല എന്ന് പറയുന്നതൊക്കെ അനുസരിക്കുകയാണ് ഗുഡ് ഗേളാന്ന് പറയാം. ഈ ഫുഡ് കഴിക്കുകയാണെങ്കിൽ. അവസാനം ചിപ്പിമോള് ഫുഡ് കഴിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ അമ്മ വരും പറയണം ഞാൻ ഗുഡ് ഗേളാന്ന്. സമ്മതിച്ചെന്ന് പറയണം. അങ്ങനെ ഒരു വിധത്തിൽ കഴിപ്പിക്കുകയാണ്. ആ സമയം മഹേഷിൻ്റെ അടുത്തേക്ക് രാമനാഥൻ വന്നു.
രാമദാന്ന് വന്ന് മഹേഷ് ചോദിച്ചു, എന്തായി അച്ഛാ? അവിടെ പോയി അന്വേഷിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കാം. എങ്ങനെ പറയാനാ? അവിടെ ചെന്നപ്പോൾ അവിടെ ഇഷ്ടതയില്ല. പിന്നെ ഞാൻ എങ്ങനെ അവരോട് പറയുന്നേ അവരുടെ മോളെ കണ്ടില്ലെന്ന്? എന്നെ കൊണ്ട് പറ്റില്ല. അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. നാളെ അവിടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇഷ്ടതയാണ് മുൻപന്തി നിൽക്കേണ്ടത്. കാരണം ഇഷ്ടതയ്ക്ക് വേണ്ടി നേർച്ച അറിഞ്ഞിരിക്കുക, നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടതയ്ക്ക്. ഇനിയിപ്പം ഞാൻ ആ സമയത്ത് എങ്ങനെയാണ് അവരുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നത്? എനിക്കതുകൊണ്ട് പറയാൻ തോന്നില്ല മോനെന്ന് പറയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാച്ചാ? എനിക്കറിയത്തില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് പോവാണ്. മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ ഇഷ്ടത എത്തിയിട്ടില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും മഹേഷിന് അറിയാവുന്ന ഡോക്ടർ അങ്ങോട്ടേക്ക് വരിക. മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, ആഹാ മഹേഷ് ഇതെന്താ? അല്ല, ഞാൻ ഇഷിതേനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നാ. അതിന് ഇഷിത ഇങ്ങോട്ടേക്ക് വന്നില്ലോ എന്ന് പറയാം. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അതെ, നാളെയും ഇഷിത ലീവായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ലീവ് ഇട്ടിരിക്കുന്ന, ഇന്നും നാളെ ലീവായിരുന്നു. അപ്പം മഹേഷ് വീട്ടിൽ നിന്നല്ലേ വരുന്നതെന്ന് ചോദിക്കും. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കമോ അങ്ങനെയൊന്നും ഇതിലായിട്ടും ഇഷിത പറഞ്ഞിട്ടില്ലല്ലോ. മഹേഷിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാ. തന്നോട് ഭയങ്കര കെയറിങ് സ്നേഹമൊക്കെയാണെന്നാണല്ലോ ഇഷിത പറയണേ. പിന്നെ ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കണം. മഹേഷിനൊരു ഞെട്ടല്. തന്നെ ഇത്രമാത്രം അവൾ സ്നേഹിച്ചിരുന്നോ എന്നൊരു ചിന്ത മഹേഷിനുള്ളിലും വരുന്നുണ്ട്. പിന്നീട് മഹേഷ് അത് പിന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, ആ സൗന്ദര്യപ്പണക്കം അതുകൊണ്ട് സംഭവിച്ചു പോയതാന്ന് പറയാം. അതെ, ഇഷിത നല്ല കുട്ടിയാട്ടോ, ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ആള്. അതുകൊണ്ട് അവളെ കൈവിടാൻ നോക്കണം. അറിയാലോ അവളെ എവിടെ പോകാനാ? അവള് എവിടെയെങ്കിലും കാണും, ഒന്ന് അന്വേഷിച്ച് നോക്കാനൊക്കെ പറയണം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാം. ഈ സമയത്ത് മഹേഷിന് ആ ടെൻഷനായി. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നൊന്നും അറിയില്ല. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെന്നിട്ട് രാമദാസ് എന്തായി മോനെ കാര്യങ്ങൾ? ഇല്ല അച്ഛാ, അവളെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറയണം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ രാവിലെ തന്നെ സ്വപ്നവലി അവര് പ്രിയാമണിയോടൊക്കെ വിവരങ്ങൾ പറയണം. അപ്പം എങ്ങനെ പറയുമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല അച്ഛാന്ന് പറയണം. അപ്പോഴേക്കും സ്വപ്നവല്ലിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. സ്വപ്നവല്ലി വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. കണ്ടില്ല എന്നറിഞ്ഞ് ഇപ്പോൾ സ്വപ്നവല്ലിക്കും ടെൻഷനായി. ഇനിയിപ്പം അവളെങ്ങാനും വീട് വിട്ട് പോയതാണോ, ഇനി ഇങ്ങോട്ട് വരില്ലേ മോനെ എന്നൊക്കെ ചോദിക്കുക. അമ്മയൊന്ന് സമാധാനിക്കേ, വരാതിരിക്കാൻ അവളെ കൊണ്ട് സാധിക്കുമോ? വരുമെന്ന് തന്നെ എനിക്ക് മനസ്സ് പറയുന്നു. ചിപ്പിമോളെ ഉപേക്ഷിച്ചിട്ട് അവൾക്ക് പോകാൻ സാധിക്കുമെന്ന് ചോദിക്കുക. അത് ശരി തന്നെയാ, പക്ഷേ എങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ദൈവമേ, നേരെ എങ്ങനെയായിരുന്നു വെളുത്ത് കിട്ടിയാൽ മരുന്നുണ്ടായിരുന്നുള്ളൂ മഹേഷിന്. അങ്ങനെ മഹേഷ് രാത്രി ഉറങ്ങാതിരിക്കുകയാണ്. ആ സമയം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലിയും രാമനാഥൻ പറഞ്ഞു, സ്വപ്നം നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. നാളെ നമ്മൾ എല്ലാവരുടെ ഉത്തരം പറയണം. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇഷിത എങ്ങോട്ടാ, എവിടെയാ പോയെന്നൊക്കെ. അപ്പൊ ഇഷിതനെ കണ്ടില്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നാളെ അവരുടെ കുടുംബക്ഷേത്രത്തില് എന്തോ പരിപാടിയും നേർച്ചകളും കാര്യങ്ങളൊക്കെ അല്ലേ. ആ സമയത്ത് ഇഷിത വേണം താനും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല രാമ, നേരം വെളുക്കുമ്പോഴത്തേനും ചിലപ്പോൾ അവൾ വരുമായിരിക്കും. ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയതാണെന്ന് അറിയത്തില്ലോ, നമുക്ക് വരുമോയെന്ന് നോക്കാം എന്നൊക്കെ പറയണം. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പോയി പൂജാമുറി പോയി പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, ഇന്നാണ് നേർച്ച കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ മോൾക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അതിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഒരു നല്ല ചക്കര മോള്, അത് നല്ലൊരു ഭർത്താവിനെ ഇഷിത മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുജിക്ക് ഒരു നല്ല ആലോചന വരണം എന്നൊക്കെ പറഞ്ഞ് മനുവിരി പ്രാർത്ഥിച്ചതിന് ശേഷം തീർത്ഥം തളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് 101 കോളിംഗ് ബെല്ലടിക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവല്ലിയും കൂടെ ഇറങ്ങി വന്നു. പെട്ടെന്ന് സ്വപ്നവല്ലിയോട് ചോദിച്ചു, ബുദ്ധിമുട്ടായ ഞാൻ കോളിംഗ് ബെല്ലടിച്ചേ? ബുദ്ധിമുട്ടൊന്നും ആയില്ല, പറഞ്ഞോന്നും പറയാണ്. അത് പിന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇഷിതയുടെ പേരിൽ ഞാൻ പ്രത്യേക വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടി. അപ്പം ഇഷിതേനെ ഒന്ന് വരണം. അവൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം. അത് കേട്ട സ്വപ്നവല്ലി പറഞ്ഞു, അതിനെന്താ വിടാലോ എന്നൊക്കെ പറയാണ്. മകളെ കാണാതെ പോയെന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും പിന്നെ കൂടുതലായിട്ട് പറയായിരുന്നേ. ആ സമയം സ്വപ്നവല്ലിയുടെ മനസ്സ് നല്ലൊരു നെരിപ്പോട് ഇങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുക. കാരണം സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങാനും ഇനിയിപ്പോൾ വന്നും കൂടെ വന്നില്ലെങ്കിൽ ഇവരോട് നാളെ മുതൽ എന്ത് കള്ളത്തരം പറയും. ഇവരുടെ മകളെ കണ്ടില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊക്കെ ഓർത്തൊരു നെഞ്ചുരുക്കി നിൽക്കുകയാണ്. ആ സമയം പ്രിയാമണി പറഞ്ഞു, അതെ, നല്ല ആഘോഷമായിട്ടാണ് ഞങ്ങളുടെ അവിടെ ആ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പം എനിക്ക് മഹേഷിൻ്റെ കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനമില്ല. കാരണം മഹേഷിന് തിരക്കുള്ള ആളില്ല, അതുകൊണ്ട് വരണമെന്ന് ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. പക്ഷേങ്കിൽ ഇഷിതേനെ വരണോട്ടോ സ്വപ്നവലി, അതിന് മുടക്കമൊന്നും പറയില്ലെന്ന് പറയണം. ഇത് കേട്ടോ സ്വപ്നവലി തലയാട്ടിയിട്ട് അകത്തേക്ക് കയറി പോരുക. സ്വപ്നവലിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.